ഹലോ, ഇന്ന് നമുക്ക് ആടിൻ്റെ ബോട്ടി ഫ്രൈ ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്ര അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആടിൻ്റെ ബോട്ടി കിട്ടിയിട്ടുണ്ട്. കറുത്ത പുതപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ല ചൂടോടുകൂടി നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ചിരണ്ടി അതിൻ്റെ ആ കറുത്ത ഭാഗം എല്ലാം കളഞ്ഞ് നല്ല വെളുത്ത പുതപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പുതപ്പ് പോലെയല്ലേ ഇരിക്കണമെന്ന് നോക്കിയേ. അപ്പോൾ അത് നല്ലപോലെ നന്നാക്കി എടുത്തതിന് ശേഷം കുരൂരാന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ നെയ്യ് പോലെയുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്നുകൂടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നാലും അത് ശരിക്കും മണമൊക്കെ പോയിട്ട് വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ആ വൃത്തികേടെല്ലാം പോയി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും നമ്മൾ ഒന്നുകൂടി കഴുകും. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതപ്പോൾ കോരിയെടുത്തതിലേക്ക് വീണ്ടും ഞാൻ ഇനി പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കഴുകിയെടുക്കണം. അപ്പോഴേക്കാണ് നല്ലപോലെ വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ യാതൊരു മണോ ചുവയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ വൃത്തിയായി തന്നെ കിട്ടും. ഇപ്പോൾ ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം. അതിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞളും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ കഴുകി വെച്ച ബോട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് ചെറുനാരങ്ങ നീരുകൾ പിഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിലിട്ടതൊന്ന് വേവിച്ചെടുക്കണം. 2-3 വിസിലടിച്ചാൽ മതി, അത്രയ്ക്കുള്ള വേവേ ഇതിനുള്ളൂ. അപ്പോൾ നമ്മളത് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 സവാളയും കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകും വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. അത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബോട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിമൊന്നും കൂട്ടിയിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടിയിൽ കത്ത് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.